രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് അവരുടെ തീരുമാനമെടുക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗ് ഇന്ന് പ്രഖ്യാപിച്ച നിലപാട്. ചടങ്ങിനെ രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നതാണ് ലീഗ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം. എല്ലായിടത്തും നിലപാട് പറഞ്ഞ് നടക്കേണ്ട എന്ന് പറഞ്ഞ് KC വേണുഗോപാൽ ഒഴിഞ്ഞു മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവ്യക്തത കേരളത്തിൽ മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് പ്രകാശൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് വക്താവ് ഷിബു മീരാൻ, കോൺഗ്രസ് സഹയാത്രികൻ VR അനൂപ് എന്നിവർ. ആദ്യം അനൂപിലേക്ക്. അനൂപ്, ഇന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച നിലപാട് മുൻപ് CPM പോളിറ്റ് ബ്യൂറോ എഴുതി തയ്യാറാക്കി പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയുമായി സാമ്യമുള്ളതാണ്. വ്യത്യസ്ത വിശ്വാസികൾക്ക് അവരവരുടെ മതവിശ്വാസങ്ങൾ കൊണ്ടു നടക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന അല്ലെങ്കിൽ ഒരു മതചടങ്ങിനെ രാഷ്ട്രീയമായി പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന CPMൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. ഈ നിലപാട് പറയേണ്ടതല്ലേ? ഇത് നിലപാട് പറയാതെ അവ്യക്തത നിലനിർത്തുക അത് എത്രമാത്രം മാരകമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്? നിലപാട് എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയിൽ വീണു പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങളടക്കമുണ്ടാക്കിയ പൊതുപ്രതീതി, ദിഗ്വിജയ് സിംഗ് പറഞ്ഞൊരു പ്രസ്താവന കോൺഗ്രസിൻ്റെ പൊതു നിലപാടായി അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ തുടർന്ന് വന്ന ദിവസങ്ങളിൽ ദിഗ്വിജയ് സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സംസ്ഥാനത്ത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ എന്ന് പറയുന്നത് ഒന്ന് പാർട്ടി ചീഫ്, PCC പ്രസിഡൻറ്റും 2 പാർലമെൻ്ററി പാർട്ടി ലീഡറുമാണ്. ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് അതിന് തുല്യമായി കേരളത്തിൽ 3 മുൻ PCC പ്രസിഡന്റുമാർ VM സുധീരൻ, K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അവർ ഈ വിഷയത്തിലുള്ള അവരുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ദിഗ്വിജയ് സിംഗിൻ്റെ നിലപാടാണ് മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നതിൽ നിന്നും കോൺഗ്രസ് ഇപ്പോൾ ഒരു നിലപാട് എടുക്കും എന്നുള്ളതിലേക്ക് ഈ മാധ്യമ ഭാഷ്യങ്ങൾ പരിവർത്തനപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് BJP അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ളതല്ല. കോൺഗ്രസ്, ഞാൻ വ്യക്തിപരമായി പ്രതീക്ഷിക്കുന്നത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അതിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ എനിക്കത് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തീരുമാനം വരേണ്ടിയിരിക്കുന്നു. അത് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഉചിതമായ സമയത്ത് BJP അതെങ്ങനെ പ്രഖ്യാപിക്കണമെന്നുള്ള അതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്തായിരിക്കണമെന്നുള്ള BJPക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ BJP ഇതിനകത്ത് കൃത്യമായൊരു അജണ്ടയുണ്ട്. നിങ്ങൾ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും BJP അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്താൻ BJP തയ്യാറായി നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിൽ അജണ്ടയിൽ വീണു പോകാതിരിക്കാനുള്ളൊരു ജാഗ്രത കൂടി പാലിക്കുന്നു എന്നുള്ള തരത്തിലും ഇതിനെ വായിക്കാവുന്നതാണ്. കഴിഞ്ഞ സമീപ ദിവസങ്ങളിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, കോൺഗ്രസ് ചെയ്യുന്നത് ജാതി സെൻസസിനെ കുറിച്ച് വളരെ സജീവമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് BJP സംസാരിക്കുമ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് കൃത്യമായി പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കാരണം 80കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ ഏകീകരണത്തിലേക്ക് പര്യാപ്തമാക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ ജാതികൾക്കകത്ത്, പിന്നോക്ക വിഭാഗങ്ങൾക്കകത്ത് ഉയർന്നു വന്ന ഒരു ആത്മാഭിമാനത്തിൻ്റെ അവകാശ രാഷ്ട്രീയത്തെ അപ്പുറത്തൊരു മുസ്ലിം വിരുദ്ധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ ഏകീകരണം സാധ്യമാക്കിയതെങ്കിൽ 2 ദശകങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സാമൂഹിക നീതിയുടെ പുതിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയാണ്. കോൺഗ്രസ് സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന CPM അടക്കമുള്ള പാർട്ടികൾ ഇവിടെ കോൺഗ്രസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നു. കേരളത്തിൽ ഇപ്പോഴും ജാതി സെൻസസിനെ കുറിച്ച് അതിനോട് പറയുന്നത് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയ ചിലവ് വരുമെന്നാണ്. ഇന്നത്തെ മന്ത്രിസഭാ പുനഃസംഘടനയിലടക്കം പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ള ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് വളരെ കൃത്യമായ വിഷയങ്ങൾ സംഘപരിവാറിനെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ ദിവസവും RSSൻ്റെ കാഴ്ചപ്പാടുണ്ട്. ഒരു വലിയ ഉചിതമായ സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഒരു ഉചിതമായ സമയത്ത് അവർ നിലപാട് പറഞ്ഞാൽ മതി. അല്ലാണ്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ മറുപടി പറയണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ,
ഈ ജനുവരി മാസത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമെന്നും അത് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നും അറിയാത്തവരല്ലല്ലോ കോൺഗ്രസ് നേതൃത്വം. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇനി വിളിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉചിതമായ സമയത്ത് നിലപാട് പറയാനല്ലല്ലോ. ആ വ്യക്തത ഉള്ളതുകൊണ്ടല്ലേ അനൂപ്? അല്ല, അവ്യക്തതകൾ, അങ്ങനെ നിലനിൽക്കുന്ന അവ്യക്തതകളെ കൂടി കേട്ടുകൊണ്ട് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ എല്ലാ കാലത്തും നടക്കുന്നത് പോലെ ജനാധിപത്യപരമായൊരു തീരുമാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ പ്രകടിപ്പിച്ചത് ഇവിടെ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ആശങ്കയാണ്. ഇന്ന് സാം പെട്രോഡയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ ഇന്ന് ഉയർത്തപ്പെടേണ്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഇത്തരം അജണ്ടകളിലേക്ക് വീണു പോകരുത് എന്ന് പറയുന്ന ജാഗ്രതയാണ്. അങ്ങനെ വ്യത്യസ്ത നേതാക്കന്മാർ വ്യത്യസ്ത ഘടകങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അതിനൊരു സമവായത്തിൽ എത്തിച്ചുകൊണ്ട് BJPക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ജാഗ്രതയാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവനയിലടക്കം മുസ്ലിം ലീഗ് പറഞ്ഞ് കോൺഗ്രസ്സിന് അതിൻ്റെ തീരുമാനം എടുക്കാമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് പലപ്പോഴും നിങ്ങൾ ഈ ചർച്ച കോൺഗ്രസ് സംഘപരിവാർ അജണ്ടയിൽ വീണു പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും സംഘപരിവാർ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കോൺഗ്രസ് മുസ്ലിം താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം പത്രം നിങ്ങൾക്കെതിരെ എഡിറ്റോറിയൽ എഴുതിയിട്ട് സുപ്രഭാതമാണോ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മുസ്ലിം സംഘടനകളാണോ തീരുമാനിക്കുന്നതെന്ന് അപ്പുറത്ത് സംഘപരിവാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് സംഘപരിവാർ അജണ്ടകളിൽ വീണു പോകാതെ അതേസമയം ഇവിടെ മതന്യൂനപക്ഷങ്ങളടക്കമുള്ളവരുടെ ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ട് മതേതര ജാഗ്രതയോടുകൂടി വളരെ കൃത്യമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ CPM പോലുള്ള പാർട്ടികൾ അവർക്കിതിനെതിരെ വയ്ക്കാവുന്ന ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ നിലപാടില്ല. പലപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് CPM ഉയർത്തുന്ന വലിയൊരു ആരോപണം മൃദു ഹിന്ദുത്വം നടപ്പിലാക്കുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ കോൺഗ്രസ് സംവദിക്കുന്നത് പശുബെൽറ്റിനോടാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലടക്കം ഇവിടെ CPM BJP ശോഭായാത്ര നടത്തുമ്പോൾ വേറെ ശോഭായാത്ര, ചുവന്ന ശോഭായാത്ര നടത്തുന്ന ആളുകളാണ്. കോൺഗ്രസ് മൃദുഹിന്ദുത്വം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടനത്തിന് തേങ്ങ ഉടക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കോൺഗ്രസിനെ പരിഹസിക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തിലടക്കം സംഘപരിവാറിനെതിരെ വേറൊരു ബദൽ മുന്നോട്ട് വെക്കാൻ കയ്യിലില്ലാത്തവർ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ഷിബു മീരാൻ, ഇതിൽ ഈ രാമജന്മഭൂമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്താണ്, ആ കോടതി വിധി എന്താണ്, ആ തർക്കം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരു ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു, തകർക്കപ്പെട്ടതാണ്. പിന്നീട് കോടതിയാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പരിപാടിക്ക് കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രമുഖരായ ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അതിലെന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീരുമാനിക്കാൻ ഇത്ര സമയം എന്തിനാണ്? ഒരു മതപരമായൊരു ചടങ്ങ്, തികച്ചും മതപരമായൊരു ചടങ്ങ് രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കരുത്, അതിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവിടെ ഒരു റോളുമില്ല എന്ന് പറയാൻ എന്താണ് ഇത്ര താമസം വരുന്നത്? ഈ അവ്യക്തത കോൺഗ്രസിൻ്റെ ഒരു കൂടപ്പിറപ്പല്ലേ? അജിംസ്, താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, അത് തകർക്കപ്പെട്ടു. പിന്നീട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ വിഷയത്തെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ സെറ്റിൽ ചെയ്തു. സോ ഇറ്റ്സ് എ സെറ്റിൽഡ് കേസ്. രാമക്ഷേത്രം അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ഇവർ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനുവരി 22 നടക്കാൻ പോകുന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ്. ഇവിടെ ആർക്കും അതിൽ സംശയമില്ല. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് പോലും ഉന്നയിച്ചു കഴിഞ്ഞു. കാരണം ഈ ഇന്ത്യയുടെ പാർലമെന്റും ഇന്ത്യയിലെ ഒരു ക്ഷേത്രവും ഉദ്ഘാടനം ചെയ്യുന്നത് ഒരാൾ തന്നെയാണ് എന്ന് വരുന്നിടത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ വലിയ പ്രചരണം നടത്തുന്നു. ഉത്തർപ്രദേശിലെ ഗവൺമെന്റിന്റെ സർക്കുലർ പോകുന്നു രാമായണ പാരായണത്തിന്. എന്ന് വെച്ചാൽ ഒരു ശ്രീരാമൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മനസ്സിലെ ഒരു വിശ്വാസത്തെ അത് സമർത്ഥമായി BJP ഏറ്റവും ചുരുങ്ങിയ ഒരു കാലയളവ് പറഞ്ഞാൽ 3 പതിറ്റാണ്ടെങ്കിലുമായി ഇന്ത്യയിൽ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അജിംസി പറഞ്ഞ ഒരു സമയമെടുക്കലിന്റെ പ്രശ്നം ഒരുപക്ഷെ കോൺഗ്രസിന് വരുന്നത് അവിടെയായിരിക്കും. കാരണം ഇവിടെ 2 തരം രാമസങ്കല്പങ്ങളുണ്ട്. ഇവിടെ ശതകോടിക്കധികം വിശ്വാസികൾ ഉണ്ടാവും. ആ വിശ്വാസികളുടെ അവരുടെ കൂടെ നിർത്താനുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് ഒരു ക്ഷേത്രത്തെ BJP ഉപയോഗപ്പെടുത്തുമ്പോൾ, അതിനൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഇന്ന് മുസ്ലിം ലീഗ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞത് ഇതിനൊരു രാഷ്ട്രീയ
ക്യാമ്പയിൻ മെറ്റീരിയലായി ഉപയോഗപ്പെടുത്തുന്നതിനെതിരെ നാട്ടിലെല്ലാ മതേതര ജനാധിപത്യ ശക്തികളും നല്ല ജാഗ്രതയോടെ പോകണം. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, മനുഷ്യരുടെ ഒരു വിശ്വാസം. ഇവിടെ ലീഗ് പറയുന്നത് നമ്മൾ 2 രാമനെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട്. 48 ജനുവരി മാസം 30 ബിർള ഹൗസിന് പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുറ്റത്ത് 2 രാമന്മാരുണ്ട്. ഒന്ന് വെടിയേറ്റ് ചോര വാർന്നു കിടക്കുന്ന ഗാന്ധിയുടെ ചുണ്ടിൽ നിന്ന് പുറത്തു വന്ന ഹേ റാം എന്ന പ്രാർത്ഥനയാണ്. നേരെ ഓപ്പോസിറ്റ് നിറതോക്ക് ചൂണ്ടി നിൽക്കുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഉണ്ട്. ഈ 2 രാമന്മാർ തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിൽ ഇനിയും പുരോഗമിക്കണം. അതിന്റെ കേന്ദ്ര ബിന്ദുവാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തെ മാറ്റാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് രാഷ്ട്രീയമായി രാഷ്ട്രീയമായി എങ്ങനെ നേരിടണമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം 3 മാസം ഉള്ളപ്പോഴാണ് ആലോചിക്കേണ്ടത്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഷിബു തന്നെ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ടായുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ, ആ ഡിസ്പ്യൂട്ടിൽ ഒരു കക്ഷി കൂടിയാണ് കോൺഗ്രസ്. ആ ഡിസ്പ്യൂട്ട് വഷളാക്കിയതിലൊരു കക്ഷി കൂടിയാണ്. അതിൽ ആ കോൺഗ്രസ് കക്ഷിയായിരിക്കെ ആ ബാബരി മസ്ജിദ് തകർച്ചയിൽ നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായപ്പോൾ നിങ്ങളും പഴികേട്ടിട്ടുണ്ട്, നിങ്ങൾക്കതിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്ന് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അറിയാവുന്ന ഒരു വിഷയത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നതാണെന്ന് നേരത്തെ അറിയാവുന്ന ഒരു കാര്യത്തിൽ ഈ അവ്യക്തത വരുമ്പോഴാണ് പ്രശ്നം. ഇതിപ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല ഷിബു. ഇത് എത്രയോ 3 പതിറ്റാണ്ടായി നിങ്ങൾ കൂടെ പേറി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതിലൊരു നിലപാടെടുക്കാൻ അവ്യക്തത വരുമ്പോൾ അതിനർത്ഥം എന്താണ്? അജിംസ്, ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് പാർട്ടി വിട്ടുപോവുകയും കേവലമായ പരിക്കല്ല, ഞങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ആ നിലപാടിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും ആ സമയത്തും ഈ സമയത്തും കേവല വൈകാരികതയോടെ സമീപിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ബാബരിയുടെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബരിയുടെ നീതി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഗ്യാൻവാപ്പി ആവർത്തിക്കപ്പെടരുത്, ഇനിയൊരു ഷാഹി ഈദ്ഗാഹ് മധുരയിൽ തകർക്കപ്പെടരുത്. നമ്മൾ ബാബരിയോട് നീതി കാണിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നവർ. അജിംസ് ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ചാണ്. സ്വാഭാവികമായ ഒരു മൂർത്തമായ സാഹചര്യം നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കുക. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പോലും എന്നെ വിമർശിക്കാൻ സാധാരണ പ്രവർത്തനം സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി എന്നുള്ളത് അത് വിശാലമായ ജനാധിപത്യം എന്ന അർത്ഥത്തിലൊക്കെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും അവർ സമയമെടുത്ത് അവരുടെ നിലപാട് പറയട്ടെ, അപ്പോൾ അതിനോട് പ്രതികരിക്കാം എന്നല്ലാതെ ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിനെ എന്നല്ല ഒരു പാർട്ടിയെയും ഈ വിഷയത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗിനില്ല എന്ന് അഭിവന്ദ്യനായ കുഞ്ഞാലൂർ സാഹിബ് സാദിഖലി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് വെക്കുന്നു. ശേഷിക്കുന്നതൊക്കെ ഈ വിഷയത്തിൽ ഇതൊരു സങ്കീർണമായ വിഷയമാണ്, വൈകാരിക വിഷയമാണ്. ഇതിനെ ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സംവിധാനമൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ പൊതുവായി ഇന്ത്യയിലെ പ്രതിപക്ഷ ചേരി വളരെ അവധാനതയോടെ സംഘപരിവാറിന്റെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം എന്ന നിലപാട് ലീഗ് മുന്നോട്ട് വെക്കാണ്. അതിന്റെ കൂടെ കോൺഗ്രസ് ഉണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അന്തിമമായി കോൺഗ്രസിന്റെ നിലപാട് വരുന്നത് വരെ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലായി ഇതിനോട് പ്രതികരിക്കുന്നതിലും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു പാർട്ടി തീരുമാനം എടുക്കാനിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇപ്പോൾ ആ ഒരു ചാടിക്കയറി പ്രകടനം നടത്തേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, പ്രകാശ് മാസ്റ്റർ, കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഈ അവ്യക്തത അത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അതായത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഉള്ളതുകൊണ്ടാണ് അവർക്ക് നിലപാടെടുക്കാൻ കഴിയാത്തതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ ഇന്ന് സീതാറാം യെച്ചൂരി പറയുന്നത് എന്താണ്? അവർ തീരുമാനിക്കട്ടെ. കുറേ കൂടി മൃദുവാണ് യെച്ചൂരിയുടെ നിലപാട്. യെച്ചൂരി ആ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു ധർമ്മസങ്കടത്തെ നേരിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാകാൻ പോകുന്നു, ഉത്തരേന്ത്യൻ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രതികരണം, ഒരു ദേശീയ പ്രതികരണമാണെങ്കിൽ ഇവിടെ കുറേ കൂടി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് CPM. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ മതനിരപേക്ഷതയുടെ നെഞ്ചിലേറ്റിട്ടുള്ള ആദ്യത്തെ വെടിയാണ് മഹാത്മാഗാന്ധി വധം എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഈ വിഷയം നേരത്തെ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇപ്പോൾ രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ ഈ പള്ളിയിൽ കണ്ടെത്തിയപ്പോൾ അതിനെ സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ നേതാവായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ്. ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറി എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ഇന്നും അവർക്ക് തീരുമാനിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം. അതാണ് ഇപ്പോൾ ബാബരി പള്ളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചാൽ അത് തടയാൻ കഴിയുമെന്നുള്ളത് ആർക്കും അറിയാത്തത്. പക്ഷേ റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച് നീഗ്രോ ചക്രവർത്തിയെ പോലെ അതിനനുകൂലമായ നിലപാട് പരോക്ഷമായി സ്വീകരിച്ചു കോൺഗ്രസ്. ബാബരി പള്ളി പൊളിഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ബാബരി പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിലാന്യാസം നടത്തി. അന്ന് VP സിംഗിൻ്റെ ഗവൺമെൻറ് BJP നേതാക്കന്മാരെ അന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു.
ആ ഗവൺമെൻറ്റിനെ പൊളിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളത് ചരിത്രം അറിയുന്നവർക്ക് നിഷേധിക്കാവുന്നൊരു കാര്യമല്ലല്ലോ. ഇങ്ങനെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, മഹാത്മാഗാന്ധിയും നെഹ്റുവുമെല്ലാം മുറുകെ പിടിച്ച മതനിരപേക്ഷത അവർക്ക് ഇന്നൊരു വിഷയമല്ല. അവർ സ്വീകരിച്ച നിലപാടല്ല ഇന്നത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർക്ക് അധികാര കസേരയാണ് പ്രശ്നം. ഭൂരിപക്ഷമുള്ള ഹിന്ദുവിൻ്റെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളതുകൊണ്ട് അവർക്ക് വ്യത്യസ്ത വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതാണ് ഈ ഇതപ്പരുന്നുമുള്ള എല്ലാ കാര്യത്തിലും എടുത്ത നിലപാട് നമുക്കതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ഇപ്പം തന്നെ എന്തായി കഴിഞ്ഞ 9 കൊല്ലകാലമായിട്ട് നടക്കുന്നത് ഇന്ത്യയെ വർഗീയതയിലേക്ക് നയിക്കാനുള്ള വളരെ വ്യക്തമായ ആസൂത്രിതമായി നീക്കാൻ, യഥാർത്ഥത്തിൽ വർഗീയതയുടെ ഒരു വലിയ ഗർത്തത്തിലേക്ക് വീഴാൻ പാകത്തിൽ അതിന് തൊട്ട് മേലെ നിൽക്കുന്ന ഇന്ത്യ രാജ്യം. അത് കാണാൻ മറ്റാരെക്കാളും കഴിയേണ്ട പാർട്ടി കോൺഗ്രസ് അല്ലേ? നിങ്ങൾ എന്തെന്തു കാര്യങ്ങൾ, ഞാനതിന് വിശദാംശങ്ങൾക്കൊന്നും പോകുന്നില്ല, പൗരത്വ ബില്ലും പൗരത്വ രജിസ്റ്ററും തലാഖ് നിരോധന നിയമവും അതുപോലെ തന്നെ ഗോവധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ആ കാര്യങ്ങളോടെല്ലാം കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് വ്യക്തമായ നിലപാട് സ്വീകരിക്കാനാവുന്നുണ്ടോ? ഇന്ന് തന്നെ എന്താ കെ സി വേണുഗോപാൽ പറഞ്ഞെന്താ, ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റിനും സോണിയാഗാന്ധിക്കുമെല്ലാം വ്യക്തിപരമായ കത്ത് കിട്ടിയിട്ടുണ്ട്. ആണോ? വ്യക്തികൾ എന്നുള്ള നിലക്ക് ഉള്ള പിന്നെ ആളുകളായിട്ടാണോ ഖാർഗെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ക്ഷണിച്ചിരിക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്നുള്ള നിലക്കല്ലേ. ഇപ്പോൾ ഏറെയുള്ള വാർത്ത എന്താ, സോണിയാഗാന്ധി പരിപാടിക്കകത്ത് പങ്കെടുക്കാൻ പോകുന്നുവെന്നാണ്. ആ നിലപാട് എത്രമാത്രം ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ളത് PMA സലാം പറഞ്ഞിട്ടുണ്ട്. BJP ഒരുക്കിയ കെണിയിൽ കോൺഗ്രസ് വീഴില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാമാണ്. മതം രാഷ്ട്രീയ നേട്ടത്തിന് ഉപകരണമാക്കുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രമേയത്തിൽ ഞങ്ങൾ അതിനെയാണ് പറഞ്ഞത്. മതം വ്യക്തിപരമായിട്ട് കാര്യമാണ്, അതിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളിലൂടെ ഹിന്ദു വികാരം ഉണർത്തിയെടുത്ത് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ലോ, പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലടക്കം സന്യാസിമാരെയും ഹിന്ദു പിന്നെ ആളുകളെയും കൊണ്ടുവന്നിട്ട് ഒരു മതപരമായ ചടങ്ങാക്കിയിട്ട് അതിനെ മാറ്റിയത് നമ്മൾ കണ്ടല്ലോ. ബാബരി പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് സാധാരണ ഒരു ക്ഷേത്രമല്ല. 460-ലേറെ കൊല്ലക്കാലം മുസ്ലിങ്ങൾ ഉപയോഗിച്ച് വന്ന ഒരു പള്ളി, ആ പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതാണ്. ഇപ്പൊ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത് എന്താ, രാജ്യത്തിലെ നാനാമേഖലയിലുള്ള പള്ളികളുടെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണല്ലോ, കോടതികളുടെ കൂടി സഹായത്തോടു കൂടി. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ നിലവിലുള്ള ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്ന നിയമമുണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്. അതിനാരെ വെല്ലുവിളിക്കുന്നത് നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റല്ലേ. അപ്പോൾ ചിത്രം പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയത അഴിഞ്ഞാടുകൾ, അതിനുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്ന് വന്നാൽ അത് യഥാർത്ഥത്തിൽ അവരുടെ മൃദു ഹിന്ദുത്വം കൊണ്ടാണ്, അധികാര കസേരയുള്ള ഭ്രമം കൊണ്ടാണ്. അവർക്ക് ന്യായമായ കാര്യങ്ങളെ പറയാൻ ധൈര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതിന് ലീഗ് എന്ന നിലപാട് സ്വീകരിക്കണം എന്ന് പറയേണ്ടത് അവരാണ്. അവർ എന്തായാലും ഇന്ന് പറയാതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് BJP ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണ്. ഈ കെണിയിൽ കോൺഗ്രസ് വീഴില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇതപര്യന്തം ഈ ഹിന്ദു പ്രീണന നയത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് ഈ വിഷയം ഇത്രയും കാലമായിട്ട് കത്തിക്കാളിയിട്ടും ഇപ്പം അവർക്ക് തീരുമാനമില്ലല്ലോ. ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു പാർട്ടി ഒരു വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നല്ലല്ലോ പറയേണ്ടത്, നിലപാടെടുത്താതല്ലേ പറയുന്നില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് തീരുമാനമെടുക്കാനാവില്ല. അവർ ഈ പറയുന്ന പോലെ അവർക്ക് അധികാരമാണ് പ്രശ്നം. അധികാരത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് മാത്രം വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അതിനെ പരോക്ഷമായിട്ട് സഹായിക്കുന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ശരി, പ്രകാശ് മാസ്റ്റർ കാര്യം ചോദിക്കട്ടെ. ഇതൊരു ചരിത്രപരമായ ഡിസ്പ്യൂട്ടായിരുന്നു. അത് രാജ്യത്തെ ഒരുപാട് കലാപങ്ങൾക്ക് കാരണമാക്കിയിട്ടുള്ള, രാജ്യത്തെ വർഗീയത പടർത്തിയിട്ടുള്ള, രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ച ഒരു ഡിസ്പ്യൂട്ടായിരുന്നു. ആ ഡിസ്പ്യൂട്ടിന്റെ പതിറ്റാണ്ടുകളായി തുടർന്നത് ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ച സെക്യുലർ ഫാബ്രിക്കിന് വലിയ തോതിലുള്ള പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ആ വിഷയം കോടതി സെറ്റിലാവുകയാണ്. അതിൽ നീതിയും ന്യായം വിടുക, അതിൽ ചിലർക്ക് നീതി ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരു തർക്കം സെറ്റിൽ ചെയ്യുകയാണ്. ആ തർക്കം സെറ്റിൽ ചെയ്തിരിക്കെ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി, അതിൽ മതവിശ്വാസികളും അല്ലാത്തവരൊക്കെ ഉണ്ട്, അവരതിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല കോൺഗ്രസിൽ. അല്ല, അങ്ങനെ ഒരു കാര്യം ഹിന്ദുക്കൾക്ക് കിട്ടിയാൽ ഹിന്ദുക്കളുടെ തലയിലോ ഇന്ത്യയിലെ ഗവൺമെന്റ് ആ ക്ഷേത്ര നിർമ്മാണം ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് പറയണ്ടേ ഏറ്റെടുക്കാൻ പാടില്ല? അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം അമിത്ഷായും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നു. പറയണ്ടേ കോൺഗ്രസ് പങ്കെടുക്കാൻ പാടില്ല? അവിടുത്തെ ഈ ക്ഷേത്ര നിർമ്മാണം ഒരു മതപരമായ കാര്യമല്ലാതെ രാഷ്ട്രീയ കാര്യമായിട്ട്
BJP ആഘോഷിക്കുന്നു. പറയാൻ ധൈര്യം കാണിക്കട്ടെ കോൺഗ്രസ്. അന്യായമാണ്. ഇത് നെഹ്റുവിൻ്റെ പാർട്ടിയാണല്ലോ, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണല്ലോ. നെഹ്റു ഇന്ത്യ രാജ്യത്ത് ഞാൻ ദൈവവിശ്വാസിയല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. എന്താ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്? ഹിന്ദുവിൻ്റെ വോട്ട് എങ്ങനെയും വാങ്ങാൻ ഇപ്പോൾ ഗംഗാനദി ശുദ്ധീകരണം ആര് നടപ്പാക്കിയതാ? രാജീവ് ഗാന്ധിയിൽ. എന്തിനു വേണ്ടിയാ? ഹിന്ദുവിൻ്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനാണ്. അപ്പോൾ ഹിന്ദു പ്രീണന നിലപാട് BJP സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. അത് ആത്മഹത്യാപരമാണത്. കോൺഗ്രസിൻ്റെ നിലപാടല്ല, മതനിരപേക്ഷതയെ സഹായിക്കുന്ന ഒന്നല്ല. അത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയെ മതപരമായി ഭിന്നിപ്പിക്കാനും ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കാനും BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതവർ കാണണം. 2 MPമാരിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് BJP എത്തിച്ചേർന്നത് കോൺഗ്രസിൻ്റെ ഈ ചളിക്കുത്തിയ നാട്ട പോലെയുള്ള ഈ നിലപാടാണ്. അതവർ മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ ഉറച്ച മതനിരപേക്ഷ നിലപാട് ഇല്ലാത്തതാണ് BJPയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് അവർക്ക് ഇപ്പോഴും തിരിച്ചറിയാനാവുന്നില്ല. ഇപ്പോഴും അവർ അതേ നിലക്ക് തന്നെയുള്ള നിലപാട് തുടരുകയാണ്. അവിടെ മതനിരപേക്ഷവാദികൾ കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ശബ്ദിക്കുന്നതിൽ ഉണ്ടാവുന്നു. അതിനെ ശക്തിപ്പെടുത്താണ് വേണ്ടത്. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരാനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഇന്ന് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്ന പോലെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനാണ് സഹായിക്കുക. തിരിച്ചു പോകാൻ പിന്നെ കഴിഞ്ഞു എന്ന് വരില്ല. ഈ വിപത്ത് ഇന്ത്യയിലെ BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിന് കാണാനാവുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ ആകെ ഏറ്റവും കഠിനമായിട്ട് ബാധിക്കുന്ന വിഷയം. ഞങ്ങളും ആ ഉത്കണ്ഠയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പങ്കിടുന്നത്. അത് കോൺഗ്രസ് മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ശരി, ശ്രീ VR അനൂപ്, ഇനി കോൺഗ്രസ് നേതാക്കൾ അതിൽ പങ്കെടുത്തു എന്ന് കരുതുക. ഈ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അത് BJP മറ്റൊരു പ്രചാരണായുധമാക്കും. നോക്കൂ, രാമക്ഷേത്ര മൂവ്മെൻറ്റിൽ കോൺഗ്രസ് കൂടിയാണ് ചേർന്നിരിക്കുന്നു. അതിൻ്റെ ചാമ്പ്യനായി BJP മാറും. ഇനി പങ്കെടുത്തില്ല എന്ന് കരുതുക, കോൺഗ്രസിന് എന്ത് നഷ്ടമാണ് ഉണ്ടാവും? ഇതിനകത്തൊന്നും എനിക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിനെതിരെയുള്ള വിമർശനങ്ങൾ സതുദ്ദേശപരമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നതിനും പ്രശ്നമില്ല. പക്ഷേ CPMൻ്റെ വിമർശനങ്ങൾ സതുദ്ദേശപരമല്ല എന്നുള്ളിടത്താണ് പ്രശ്നം. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യത്തിനോട് ബഹുമാന്യനായ പ്രകാശൻ മാസ്റ്റർ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. കോൺഗ്രസ് പെരുമാറുന്നത് എവിടെയാണ്? കോൺഗ്രസിന് പെരുമാറുന്ന വ്യവഹാര ഭൂമി എന്ന് പറയുന്നത് പശു ബെൽറ്റിലാണ്. അവിടെ മൃദുഹിന്ദുത്വം കോൺഗ്രസ് നടത്തുന്നു എന്ന് ആരോപിക്കുന്ന ആളുകൾ കേരളം പോലൊരു സംസ്ഥാനത്ത് CPMന് ഏറ്റവും പാർട്ടി കേഡറുള്ള സ്ഥലത്ത് അമ്പാടിമുക്ക് സഖാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശോഭായാത്രയ്ക്ക് ബദലൊരുക്കുകയാണ്. നിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഏക ഇടത്ത് ഈ രാഷ്ട്രീയം കേരളം പോലൊരു സംസ്ഥാനത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഇരുന്ന് കോൺഗ്രസിനെ കുറ്റം പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇനി ബാബറി മസ്ജിദ് വിഷയത്തിൽ കോൺഗ്രസിന് ചരിത്രത്തിൽ ഒരിക്കലും ഒരിടത്തും ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് തുറന്നു പറയുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബാബറി മസ്ജിദ് പ്രശ്നത്തെ നമ്മൾ സമഗ്രമായി 80കളിലെ രാഷ്ട്രീയത്തെ പരിശോധിക്കണം. BJPയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണെന്നൊക്കെ പ്രകാശൻ മാസ്റ്റർ പറയുമ്പോൾ CPMൻ്റെ പങ്ക് അദ്ദേഹം ചർച്ച ചെയ്യാൻ തയ്യാറാവണം. സ്വയം വിമർശനപരമായി അതിനെ പരിശോധിക്കണം. ഇവിടെ ബാബറി മസ്ജിദ് വിഷയത്തെ ഒരൊറ്റപ്പെട്ട വിഷയമായി നമ്മൾ കാണുന്നതിനകത്ത് യുക്തിരാഹിത്യമുണ്ട്. ബാബറി മസ്ജിദ് വിഷയം വരുമ്പോൾ അതിനു മുമ്പുണ്ടായ ഷബാനു ബീഗത്തിൻ്റെ കേസ് ഒരു ആരാധനാലയം എന്നുള്ള നിലയ്ക്ക് ബാബറി മസ്ജിദിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അത് അനുവദിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനെതിരെയുള്ള ഏത് നീക്കവും അപലപിക്കപ്പെടണം എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കാർക്കും, ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. പക്ഷെ അതുപോലെ തന്നെ പ്രധാനമല്ലേ ഇന്ത്യൻ യൂണിയനിൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കുന്ന മുസ്ലിം വ്യക്തി നിയമം. ഇത് ഭരണഘടനാപരമായ ഒരു ഉടമ്പടിയാണ്. ആ മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്ന ബാബറി മസ്ജിദിനോളം അതിനേക്കാൾ സുപ്രധാനമായ മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഗാന്ധിക്കെതിരെ ഉണ്ടായൊരു മാസീവ് അറ്റാക്ക് സംഘപരിവാറും CPMും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ നടത്തിയ പരിശ്രമത്തെ മുസ്ലിം പ്രീണനമെന്ന് ഇപ്പോഴും ഇതുവരെയും സംഘപരിവാർ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന ആ ടാഗ് സമ്മാനിച്ചത് CPM അല്ലേ? അന്ന് മുതലല്ലേ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അജണ്ട തീരുമാനിക്കാൻ സംഘപരിവാർ തുടങ്ങിയത്? അതിനകത്ത് ചരിത്രപരമായ പങ്കിന് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനകത്തെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും.
കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നമുക്ക് ചരിത്രം പോസ്റ്റ്മോർട്ടം ചെയ്യാം, ചരിത്രം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കോൺഗ്രസിന് പറ്റിയ തെറ്റുകളെ കുറിച്ച് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു വർത്തമാനകാല പ്രതിസന്ധിയെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതിനു പകരം കേരളത്തിനകത്ത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയം വികസിപ്പിക്കുക എന്ന് പറയുന്നത് CPM-ന്റെ രാഷ്ട്രീയമായ ഗതികേടാണ്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, സീതാറാം യെച്ചൂരിയെ പോലൊരാൾ പ്രകടിപ്പിച്ച അവധാനത എന്തുകൊണ്ട് പ്രകാശൻ മാസ്റ്റർക്ക്, ഗോവിന്ദൻ മാസ്റ്റർക്ക്, CPM-ന്റെ മറ്റു മാസ്റ്റർമാർക്ക് നടത്താൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി, ഒരു ഇന്ത്യൻ മതേതരത്വ രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധി, അതിനെക്കുറിച്ച് അവഗാഹമുള്ളത് കൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സീതാറാം യെച്ചൂരിക്ക് കഴിയുന്നത്. പക്ഷെ അതൊന്നും തങ്ങളുടെ ബാധ്യതയല്ലാത്തത് കൊണ്ടാണ് കണ്ണൂരിന് മാത്രം ബേസ് ചെയ്ത് കണ്ണൂരിൽ പോലും ഹിന്ദുത്വ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന CPM-ന് കോൺഗ്രസിനെ ഇവിടെ ഒരു ചാനൽ ഫ്ലോറിൽ ഇരുന്ന് കുറ്റം പറയുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് വിമർശിക്കാം, പക്ഷെ ഇതിനകത്ത് എന്ത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അതിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോഴും പങ്കെടുക്കരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴും കോൺഗ്രസ് അതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തുമ്പോൾ ആ പ്രതിസന്ധിയെ, കോൺഗ്രസ് നേരിടുന്ന അത്തരം ഒരു പ്രതിസന്ധിയെ മുതലെടുത്തുകൊണ്ട് ഞങ്ങളിതേ ആദ്യം നിലപാട് സ്വീകരിച്ചു, അതേ വേഗത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കാത്തതെന്ന് ചോദിക്കുന്നതിനകത്ത് കോൺഗ്രസിനോട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനോടുള്ള സ്നേഹമല്ല, മറിച്ച് കേരളത്തിനകത്ത് രാഷ്ട്രീയം മാത്രമാണ് CPM-ന് മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ശരി, ശ്രീ ഷിബു മീരാൻ, ഈ പശു ബെൽറ്റിലൊരു രാഷ്ട്രീയ പ്രശ്നമാണിത്. കോൺഗ്രസ്സാണ് അവിടെ മെയിൻ ചാമ്പ്യൻ, BJP എതിർത്തുകൊണ്ടിരുന്നത്, ലീഗോ CPM-ഓ ഒന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഈ പശു ബെൽറ്റിലെ ഒരു യൂണിവേഴ്സൽ വികാരമാണ്. എല്ലാ വിഭാഗങ്ങൾക്കിടയിലും, പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഈ രാമക്ഷേത്രം ഒരു ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ഈ രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ആ രാമക്ഷേത്രം സാർത്ഥകമാക്കാൻ വേണ്ടി പണിയെടുത്ത സംഘപരിവാർ, BJP അവരുടെയൊക്കെ രാഷ്ട്രീയം, അവർ മുന്നോട്ട് വെച്ച ആശയത്തെ കോൺഗ്രസ് പിന്തുണച്ചു കൊടുക്കേണ്ടി വരുന്നു എന്നൊരു ധർമ്മസങ്കടമാണ്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന് 14% വോട്ട് കിട്ടുന്ന മേഖലകളാണ് മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ. ഈ പശു ബെൽറ്റ് എന്ന് പറയുന്നതാണല്ലോ. ഈ കോൺഗ്രസിന് ഈ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഈ ബാബരി മസ്ജിദ് തുറന്ന് അവിടെ പ്രതിഷ്ഠ നടത്താൻ സഹായിച്ചു, അല്ലെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ മൂകസാക്ഷികളായി നിന്നു, രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു, ഇതുകൊണ്ടൊക്കെയാണോ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് അവിടെയുള്ള സാധാരണ വിശ്വാസികൾ? അല്ല, ഞാനതിനകത്ത് ഖണ്ഡിതമായൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അജിംസ് നിരീക്ഷിച്ചതുപോലെ തന്നെ, നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ, ഇത് കുറെ കൂടി സങ്കീർണമായൊരു വിഷയമായി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിനെതിരെ, അതായത് ഇന്ത്യയിലെ ഭൂരിപക്ഷ മതത്തെ ഹെജിമോണിക്കലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അധികാരം നേടിയ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന, ആ അധികാരത്തെ ഏകാധിപത്യമായും മതരാഷ്ട്രമായും ഒക്കെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിനെതിരായ പോരാട്ടം, അത് ഇന്ത്യയിലെ വിശ്വാസി സമൂഹത്തെ അണിനിരത്തിക്കൊണ്ടേ സാധ്യമാവൂ. വിശ്വാസി സമൂഹം എന്ന ഒരു കോണ്ടെക്സ്റ്റിനെ അഡ്രസ്സ് ചെയ്യാതെ സാധ്യമല്ല. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയക്കുഴപ്പം അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ എല്ലാ മതേതര പാർട്ടികളും നേരിടുന്ന ഒരു ആശയക്കുഴപ്പം തന്നെ. പക്ഷെ എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ സംഘപരിവാർ ഒരു ടൂളായി കയ്യിലിട്ടിങ്ങനെ അമ്മാനമാടുന്ന പവിത്രമായ ഒരു വിശ്വാസത്തെ അവരുടെ കൈകളിൽ നിന്ന് പിടിച്ച് തിരിച്ചേൽപ്പിച്ച് ഇവിടുത്തെ വിശ്വാസികളെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ പോരാട്ടം ഈ രാജ്യത്ത് നടക്കും എന്ന് തന്നെയാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. അതോടൊപ്പം നമ്മളിപ്പോൾ ഈ കോൺഗ്രസിനെ കേരളത്തിൽ ക്രൈസിസ് ആക്കാനുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് ഇത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ശീലം നമ്മൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പൊ ഫലസ്തീൻ വന്നു, നമ്മൾ കുറെ ചർച്ച ചെയ്തു. ഇപ്പൊ ഇതിലും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ സഖാവ് സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം എത്രയോ പക്വമാണ്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളും മാത്രമാണ് വിഷയം. ഇപ്പൊ VP സിംഗിന്റെ മന്ത്രിസഭയെ മറിച്ചിട്ടു. ശരിയാണ്, ഈ മന്ത്രിസഭ എങ്ങനെ നിവർന്നു നിന്നത്? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ BJP മറച്ചിട്ടു. നിവർന്നു നിന്ന് 2 താങ്ങാണ്. ഒരു താങ്ങ് BJP-യുടേതാണെങ്കിൽ ഒരു താങ്ങ് CPM-ൻ്റെ. VP സിംഗിന്റെ സെക്യുലർ ക്രെഡൻഷ്യലിനൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ പുറപ്പെടില്ല. പക്ഷെ ഓർമ്മ വച്ച കാലം മുതൽ സംഘപരിവാറായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയും EMS-ഉം ഒക്കെ VP സിംഗിനെ മുൻനിർത്തി അന്ന് നടത്തിയ നീക്കം, അത് ഇന്ത്യയിൽ സംഘപരിവാർ ഉണ്ടാക്കി കൊടുത്ത പൊളിറ്റിക്കൽ വിസിബിലിറ്റി ഉണ്ട്. ആദ്യമായി അദ്വാനിയും വാജ്പേയിയും ഒക്കെ ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിമാരാവുന്നത് എപ്പോഴാണ്? 77-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സംഘപരിവാർ പിന്നണിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഈ പാർട്ടിയുമായി ഇടതുപക്ഷം ചേരരുത്,
അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ സഖാവ് പി സുന്ദരയ്യ അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. അന്ന് അദ്ദേഹം താക്കീത് നൽകിയ ഒരു വെല്ലുവിളിയുണ്ട്. നമ്മൾ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ ഇവർക്ക് വിസിബിലിറ്റി കൊടുത്താൽ ഈ രാജ്യം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർ വളർന്നു വന്നേക്കാം. ആ സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. നമ്മൾ കോൺഗ്രസിനെതിരെ മൃദുഹിന്ദുത്വം പറയുമ്പോൾ സമാനമായി ഇടതുപക്ഷവും ഇതൊക്കെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂരിൽ പോയാൽ കാണല്ലേ, തേര് തെളിച്ച് നിൽക്കുന്ന പിണറായി, തേർത്തട്ടിൽ ബില്ല് കുലിച്ച് നിൽക്കുന്ന പിണറായി, തേരാളിയായി ജയരാജൻ, ഇതൊക്കെ എല്ലാവരും ഏറെയും കുറഞ്ഞ എന്ത് ചെയ്യാണ്, ഉപയോഗപ്പെടുത്താണ്. അപ്പോൾ വിശ്വാസം ഒരു ഭാഗത്തുണ്ട്, ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്തുണ്ട്. ഇതിനിടയിലൂടെ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് പ്രയാസകരമാണ്. കോൺഗ്രസ് ആവശ്യത്തിന് സമയമെടുത്ത് കൂടിയാലോചിച്ചിട്ട് ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് എല്ലാവർക്കും പൊതുവായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമെടുക്കുന്നവരെ കോൺഗ്രസിന് സമയം കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മളെന്തിനെങ്കിലും ദേഷ്യത്തിൽ കോൺഗ്രസിനെ സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് ഉന്തിത്തള്ളി കൊടുക്കുന്നത്? അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ നിന്നിട്ടില്ലേ എന്ന ആത്മപരിശോധനയും കൂടി നടത്തിപ്പോണ്ട്. ഇതിനങ്ങനല്ല കാണേണ്ടത്, കുറച്ചും കൂടി ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇത് ഒരു ദിവസത്തെ പ്രതിസന്ധിയല്ല. ജനുവരി 22 രാവിലെ തുടങ്ങി വൈകുന്നേരം തീരുന്ന പ്രതിസന്ധിയായിട്ട് ഇതിനെ കാണുന്നോണ്ടാ പ്രശ്നം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണിത്. ഇത് ഇനിയും ചരിത്രത്തിൽ ആവർത്തിക്കാതിരിക്കും. അവർ ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ നിഷ്കളങ്കമായ വിശ്വാസത്തെ കയ്യിലിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഇതിനെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുമെന്ന് CPM-ഉം കോൺഗ്രസും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ലീഗ് പറയുന്നത്. ഞങ്ങളുടെ നിലപാട് അത്രയും ഉയർന്നു നിൽക്കുന്ന പക്വമായ നിലപാടാണ്. ആത്മവിമർശനം എന്ന് ഷിബു പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വി പി സിംഗ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്നാണ്. അന്ന് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കാൻ മുൻകൈ എടുത്ത ആളാണ് വി പി സിംഗ്. അതൊക്കെ ആത്മവിമർശനപരമായി ലീഗ് ആലോചിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അജിംസ് അത് നമുക്ക് നിഷേധിച്ച് കളയാൻ പറ്റുമോ? അത് നമുക്ക് ആ കാലഘട്ടത്തിലല്ലേ BJP അതിവേഗം വളർന്നു വരുന്നത് കാണുന്നില്ലേ? 84 ഉണ്ടായ പാർട്ടിക്ക് 2 സീറ്റ്, 89 9 സീറ്റ്, 91 അവർ 100 കിടക്കുന്നു. നമ്മൾ ആ വളർച്ച കാണണ്ടേ? അപ്പോൾ ആ നിലക്ക് പരിശോധിച്ച് പോകാനാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇനി ആ 89 കിടന്ന് വിഴുപ്പലക്കിയിട്ട് തമ്മിൽ തെല്ലാമല്ല. ഞാൻ അവസാനം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഒരുമിച്ച് കൂടിയാലോചിച്ച് എന്നാണ് നിലപാട്. അതിന്റെ ഒരു രൂപമാണ് ഇന്ത്യ മുന്നണി. അതിനെ വികസിപ്പിക്കുക എന്നാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട പൊളിറ്റിക്കൽ ജോബ്. അല്ലെങ്കിൽ 22-ാം തീയതി വൈകുന്നേരം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയാവും. പക്ഷെ വെല്ലുവിളി അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM. ദേശീയ തലത്തിൽ CPM-ന് എന്തെങ്കിലും തരത്തിൽ സാധ്യതയുള്ളൊരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഈ പറയുന്ന കൗബെൽറ്റ് എന്ന് പറയുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, UP പോലുള്ള സ്ഥലങ്ങളിൽ CPM-ന് വലിയ പ്രതീക്ഷകളില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾക്കകം, ഏതാനും ദിവസങ്ങളിൽ നിന്ന് തന്നെ പറയാം, വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കും വിധം കേരളത്തിൽ കോൺഗ്രസിനെ ആക്രമിച്ച്, ഈ വിഷയത്തിൽ ആക്രമിച്ച് വോട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് CPM, കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും ആരോപിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ഒരു മതനിരപേക്ഷ നിലപാട് എടുക്കണം എങ്കിൽ മാത്രമേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി കോൺഗ്രസ് അല്ലേ, അവർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഗോവധ നിരോധന പ്രശ്നം BJPക്കാർ സാർവത്രികമായിട്ട് ഇന്ത്യയിലാകെ ഉപയോഗിച്ചു. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന 6 7 ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയല്ലോ ഗോവധ നിരോധന നിയമം. എന്തിനു വരില്ല? ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കമൽനാഥ് കോൺഗ്രസിന് അറിയപ്പെടുന്ന നേതാവാണ്, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ 11 വെള്ളി ഇഷ്ടികൾ കൊടുത്തല്ലോ ഈ ക്ഷേത്രം പണിയാൻ. എന്തിനു വരില്ല? അപ്പോൾ അവർ സ്വീകരിക്കുന്ന മതനിരപേക്ഷ അല്ലാത്ത നിലപാട് ഇപ്പോൾ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾ കുറ്റപ്പെടുന്നു. എന്തിന്? ഇന്ത്യ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, ന്യൂനപക്ഷ മതങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു നാടായിട്ട് മാറുകയാണ്. അത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് അല്ലേ? പ്രതികരിക്കുന്നില്ലല്ലോ. കോൺഗ്രസിനകത്തുള്ള മുസ്ലിം നേതാക്കന്മാർ ഉന്നയിച്ച ആക്ഷേപം നിങ്ങൾ ശ്രദ്ധയില്ലേ? ഞങ്ങളെ അവഗണിക്കുന്നു, ഞങ്ങളുടെ പരിപാടികൾക്ക് അയക്കുന്നില്ല. പറഞ്ഞിരിക്കുന്നത് പ്രാമാണികന്മാരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ മുസ്ലിങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ മുസ്ലിം നേതാക്കന്മാരോട് ഈ പറയുന്ന പോലെ ഒരു അനാഭിമുഖ്യം കാണിക്കുന്നതിൻ്റെ കാരണം എന്താ? ഹിന്ദുവിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇത് ഇന്ത്യയെ മാത്രമല്ല കോൺഗ്രസിനെയും തകർക്കും. ഇപ്പോൾ ആദ്യത്തെ 5 കൊല്ലക്കാലം BJP നടപ്പാക്കിയിട്ടുള്ള വർഗീയ നിലപാടുകളെ എതിർത്ത പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്. അതിനുശേഷം അവർ മുന്നേറിയോ? ഇനിയും മുന്നേറാൻ പോകുന്നില്ല. നിങ്ങൾ നിലപാടിൻ്റെ മേലെയാണ് പാർട്ടിക്ക് നിൽക്കാനാവുക എന്നുള്ളത് നിങ്ങൾ അറിയണം. എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടി, അതല്ലേ ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് വരേണ്ടത്. ആ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. പിന്നെ സീതാറാം യെച്ചൂരി നടത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഒരു മൃദുത്വ നിലപാട് സ്വീകരിച്ചിട്ടില്ല. മതം വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്.
അത് കൃത്യമായ അഭിപ്രായമുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. എന്നാൽ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് BJP ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരാലോചനയുടെ പോലും കാര്യമില്ല. വൃന്ദാക്കാരുടെ നേരത്തെ പറഞ്ഞു, യെച്ചൂരി ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പങ്കെടുക്കുന്ന വിഷയമില്ല. അങ്ങനെ പറയാൻ കഴിയേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നിർഭാഗ്യവശാൽ വോട്ട് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പറയാനാവുന്നില്ല. കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ കൃത്യമായ നിലയ്ക്ക് വിമർശിക്കാൻ ലീഗിനും ആവുന്നില്ല. അതാ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് വോട്ടിൻ്റെ വിഷയമല്ല, ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇപ്പം നമ്മൾ കാണുകയാണല്ലോ ജമ്മു കാശ്മീരിൻ്റെ വിഷയം, നമ്മൾ കാണുന്ന മണിപ്പൂരിൻ്റെ വിഷയം, മതപരമായിട്ടല്ലേ പോകുന്നത്. ഇത് ഇന്ത്യ എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ മതനിരപേക്ഷത അവ തകരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന വിഷയം. പാർട്ടിയായിരിക്കാം, പക്ഷേ വളരെ വ്യക്തമായും ഇന്ത്യയെ തകർക്കാനുള്ള ഈ BJPയും സംഘപരിവാറും കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണെന്ന് അറിയാമോ? അവിടെ ഗ്രൗണ്ട് ലെവലിൽ, ഉത്തരേന്ത്യയിലെ ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസിനെതിരെ BJPയും സംഘപരിവാറും ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം അത് മുസ്ലിം പാർട്ടിയാണ് എന്നാണ്. ആ ആക്ഷേപത്തെ മറികടന്നാണ് അവർ 14% വോട്ട് അവിടെ നേടുന്നത്. അത് നമ്മൾ കാണാതിരിക്കരുത്. അല്ല, മുസ്ലിം പാർട്ടിയാണ് എന്ന് പറയാനുള്ള, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ ഞങ്ങൾ നിലപാട് വരുന്നുണ്ടോ? ഞങ്ങളുടെ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതല്ലേ കോൺഗ്രസ് ചെയ്യണത്? മുസ്ലിം പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് ഇന്നതാണെന്ന് പറയല്ലേ വേണ്ടത്. കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന കോൺഗ്രസും അതുപോലെ BJP ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താ? ഇവർ ന്യൂനപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ പേടിച്ചു പോകുന്നുണ്ടോ? ഞങ്ങൾ അതിൽ ഞങ്ങളുടെ നിലപാട് ഉറച്ചെന്ന് പറയും. നിലപാടിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല. അതാണ് ഒരു പാർട്ടിക്ക് അതിന് ആർജവത്തോടെ പറയാൻ വേണ്ടി കഴിയേണ്ടത്. അത് പറയാൻ കോൺഗ്രസിന് ആവുന്നില്ല എന്നുള്ളതാണ് അവർ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നതിന് അർത്ഥം. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പറയാൻ വേണ്ടി കഴിയണ്ടേ? ഉദ്ദേശം BJP ഇതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, അറിയാത്തതാണോ? അപ്പം പറയണ്ടേ ഇത് രാമന്റെ പേരിലാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മതത്തിന്റെ വിഷയമല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അത് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ കോൺഗ്രസ്? അത് കാണിക്കുന്നില്ലല്ലോ. പകരം ആരും സംസാരിക്കാൻ പാടില്ല, ഒരു പാർട്ടിക്കാരൻ പ്രസ്താവന ഇറക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ വിഷയങ്ങളിൽ നിലപാടില്ല. അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് മതനിരപേക്ഷ നിലപാടിൽ വെള്ളം ചേർക്കുന്നു. ഇതാണ് കോൺഗ്രസിന് കാണിക്കാൻ പറ്റുന്ന ദുരന്തം. ആ ദുരന്തം തിരുത്തണമെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അത് രാജ്യത്തിന് ഗുണമാണ്, കോൺഗ്രസിനും ഗുണമാണ്. അതവർ മനസ്സിലാക്കണം. മതനിരപേക്ഷവാദികളുടെ നല്ല പിന്തുണ അവർക്കുണ്ടാവും. ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് ഞങ്ങളെക്കാൾ ഏറെ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷേ അവർ ആ നേതൃത്വം എടുക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു, ഈ നേതൃത്വം എടുക്കുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ അവർ കഴിയണം. ബദൽ നിലപാട് വേണം. BJPയുടെ അതേ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാവില്ല. ബദൽ നിലപാട് അവർ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വിമർശനം. അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അല്ലാതെ കോൺഗ്രസ് വിരോധത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ല ഇത്. ഇത് രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൻ്റെ ബേസിക്കായ വിഷയമാണ്. ഞങ്ങളുടെ ഉത്കണ്ഠ അതാണ്. ശരി, VR അനൂപ്, ഈ BJPയുടെ ഏതാണ്ട് ഒരു 2-2.5 പതിറ്റാണ്ട് കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രാമക്ഷേത്രം. അവരുടെ ഐഡിയോളജി അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ RSS എന്ന സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യമാണ് പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം ഐഡിയോളജിക്കലി അത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ്, അതൊരു പൊളിറ്റിക്കൽ വാഗ്ദാനമാണ്. അപ്പോൾ ആ പൊളിറ്റിക്കൽ വാഗ്ദാനമായി പൂർത്തീകരിക്കപ്പെടുന്നത് കോടതി വിധിയെ തുടർന്നായാലും അല്ലെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഒരു സെക്രട്ടറിയെ തന്നെ, സർക്കാർ സെക്രട്ടറിയെ തന്നെ വിട്ടുകൊടുത്തുന്നു ആ ട്രസ്റ്റിന് വേണ്ടി. അപ്പോൾ അങ്ങനെ സർക്കാർ സ്പോൺസറായിട്ട് ഒരു ക്ഷേത്രം വരുന്നു. ഓക്കെ, ആ ക്ഷേത്രത്തെ ആരാധിക്കുന്ന, ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ ബഹുമാനിക്കുന്ന ധാരാളം കോടിക്കണക്കിന് ആളുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാകും. പക്ഷേ BJPയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് പോയി തലവെച്ച് കൊടുക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ. ഇവിടെ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയിൽ, കോൺഗ്രസിൻ്റെ സെക്യുലറിസത്തിൽ, സെക്യുലർ ക്രെഡൻഷ്യലിൽ ആളുകൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? വിമർശിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല, ഇത്തരം ആശങ്കകൾ ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലുള്ള വിമർശനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് CPM പറയുമ്പോൾ CPM ആ പ്രതിസന്ധി ആഘോഷിക്കുകയാണ്. ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതിസന്ധിയാണ്. സംഘപരിവാറിനെ എങ്ങനെ നേരിടണം, സംഘപരിവാർ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ വലിയ പ്രതലം ഉയർത്തിക്കൊണ്ട്
വളരെ വൈകാരികമായി അന്തരീക്ഷം ഒരുക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിന് നിന്ന് കൊടുക്കണോ എന്നുള്ളതാണ്. സംഘപരിവാർ അതിനെ എങ്ങനെ ആഘോഷിക്കുമെന്നുള്ളത് അവധാനതയോടുകൂടി ചിന്തിച്ച് നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. സംഘപരിവാറിന് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളിടത്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ആലോചനയുടെ പ്രസക്തി. ഇപ്പോൾ പോലും പ്രകാശം മാസ്റ്റർ ഞാനിവിടെ ഉന്നയിച്ചു, ഷിബു മീരാനത് ആവർത്തിച്ചു. കേരളം പോലൊരു സ്ഥലത്ത് CPM മൃദു ഹിന്ദുത്വം നടപ്പിലാക്കുന്നു, CPMൻ്റെതായ ശോഭായാത്ര നടപ്പിലാക്കുന്നു, CPMൻ്റെ രീതിയിൽ അതിന് ചിത്രീകരിക്കുന്നു, CPMൻ്റെതായ ഒരു ഹിന്ദുത്വം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന CPMനെതിരെയുള്ള നേരിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ പ്രകാശം മാസ്റ്റർ അതില്ല എന്ന് പറയാൻ പ്രകാശം മാസ്റ്റർ കഴിയില്ല. കണ്ണൂരിലെ വിട്ടേക്ക് നിങ്ങൾ. ഇപ്പോൾ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചർച്ച, കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ക്ഷേത്രത്തിന് ഇവിടെ സർക്കാർ ധനസഹായം 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPM. അപ്പോൾ ഭരണം വേറെ വിശ്വാസം വേറെ എന്നുള്ള സംഭവമൊക്കെ പ്രകാശം മാസ്റ്റർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അതുകൂടി ആലോചിക്കണം. ഏത് വെള്ളാപ്പള്ളി നടേശന് മാൻഹോളിൽ വെറുപ്പിൻ്റെ പ്രസ്താവന നടത്തിയ, മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിനെ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പ് വിതരണം ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ ഇപ്പോഴും മന്ത്രിമാർ പോയി സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിന്, ഒരു ട്രസ്റ്റ് നടത്തുന്ന ക്ഷേത്രത്തിന് അത്തരമൊരു പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ പോലും വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾ ഉറങ്ങുന്ന പുന്നപ്ര വയലാറിൻ്റെ ആലപ്പുഴയുടെ മണ്ണിൽ നടത്തുന്ന CPM ആണ് കോൺഗ്രസ് ഈ പറയുന്ന പാൻ ഇന്ത്യൻ പാശ്ചാത്തലത്തിൽ മൃദു ഹിന്ദുത്വം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിമർശനങ്ങളാവാം. അജിം സത്തറും ഒരു വിമർശനം ഉന്നയിച്ചാൽ അതിൻ്റെ സാങ്കത്യം മുന്നിൽ പരിശോധിക്കാം. പക്ഷെ CPMന് അത് പറയാനുള്ള ധാർമ്മികമായ അർഹതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇന്ന് പറയുന്ന കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. BJP അതിനെ ആഗ്രഹിക്കുന്നൊരു രീതിയുണ്ട്. BJP ശ്രീരാമൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ദേശീയതയ്ക്ക് തുടക്കമിടാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിന് അപരമാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ BJP ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന് അതിനെ കോൺഗ്രസിനകത്തു തന്നെയുള്ള വിവിധ സംശയങ്ങൾക്ക്, ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് പാർട്ടി നാളെ ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ അത് ഈ പറയുന്ന രാജ്യത്തിന് ഈ പറയുന്ന ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാട് തന്നെ പ്രഖ്യാപിക്കും എന്ന് ആഗ്രഹിക്കുക, അത് പ്രഖ്യാപിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോണിയാഗാന്ധി പങ്കെടുക്കുമെന്നൊക്കെ പ്രകാശ് മാസ്റ്റർക്ക് വിവരം കിട്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് അടുപ്പമുള്ള ആളുകളോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള ഈ പറയുന്ന കപ്പാസിറ്റിയോ അവകാശമോ എനിക്കില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ സത്യത്തിൽ CPM ആണ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അതിൽ പങ്കെടുക്കണം, അത് കേരളത്തിനകത്ത് ക്യാഷ് ചെയ്യാൻ ശ്രമിക്കണം, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാതെ CPMന് ഈ പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളം പോലെ താരതമ്യേന അപകടരഹിതമായ ഒരു ഇടത്തിൽ പോലും മൃദു ഹിന്ദുത്വം പ്രയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കേരളത്തിലടക്കം ഇന്ന് മന്ത്രിസഭയിൽ 2 അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. 5ാം മന്ത്രി വിവാദം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. ഇവിടെ അമീറും ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയാണ് ഭരണം നടത്തുമെന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളത്തിൽ പോലും ഇത് നടത്തുന്ന ആളുകളാണ് കോൺഗ്രസ് മുസ്ലിം പാർട്ടിയാണെന്ന് അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാർ വിളിക്കുമ്പോൾ അതിനെ സൂക്ഷ്മതയോടുകൂടി നേരിടാനുള്ള ഒരു രാഷ്ട്രീയ ജാഗ്രത കോൺഗ്രസ് കാണിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയാക്കി മാറ്റിയത് ഇവരൊക്കെ കൂടിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായി കോഴിക്കോട്ടേക്ക് വന്നത് അലുവ വാങ്ങിക്കാനല്ല, അത് EMS നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ്. സുശീല ഗോപാൽ ഇവരുടെ മഹിളാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഷബാനു ബീഗം കേസിൽ മുസ്ലിം വ്യക്തി നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് വെച്ചത്. ഇവർ ഒരുക്കി കൊടുത്ത അസ്ഥിവാരത്തിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാർ അതിൻ്റെ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനകത്ത് കോൺഗ്രസിന് പാളിച്ചകളെ പറ്റി പരിശോധിക്കണം. പക്ഷേ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് അത് ആഘോഷിക്കാനുള്ള CPMന്റെ മാനസികാവസ്ഥയും ചോദ്യം ചെയ്യപ്പെടണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, ഷിബു ഉത്തരേന്ത്യയിൽ ധാരാളമായി സഞ്ചരിക്കുന്ന ഒരാളാണല്ലോ. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ ഉത്തരേന്ത്യയിൽ സംഘപരിവാറും BJPയും എല്ലാം പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസിനെതിരെ വ്യാപകമായ പ്രചാരണങ്ങൾ, അത് പലതരത്തിൽ വർഗീയവും അല്ലാതെയുമുള്ള കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ദേശീയത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഹിന്ദു വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിച്ചുള്ള ധാരാളം പ്രചരണങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറേ കൂടി കൂടുതലായിരിക്കും. എന്നിട്ടും 40% ആളുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ. എങ്കിൽ ആ വോട്ട് ആരുടേതാണ്?
അത് ഈ സംഘപരിവാറിൻ്റെ ഈ പ്രചാരണത്തിൽ, ഈ വർഗീയ പ്രചാരണത്തിൽ വീണു പോകാത്ത ആളുകളാണവർ. അവർ അത് വിശ്വസിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ശരിക്കും ആരെയാണ് ഭയക്കുന്നത്? അല്ല, ആ ഒരു അർത്ഥത്തിൽ ഇവിടെ അജിംസ സൂചിപ്പിച്ചതടക്കം കോൺഗ്രസ് നേരിടുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. ഇപ്പം ഈ വയനാട്ടിൽ, ഞാൻ അതിന്റെ മെറിറ്റിൽ നിന്ന് ആരെയും വിമർശിക്കാൻ ശ്രമിക്കില്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ അടിച്ചു ചേർത്തു. എന്റെ തെറ്റും ശരിയും നമ്മൾ തർക്കിച്ചു. പക്ഷെ കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തോട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം ദേ ആർ ചിൽഡ്രൻസ്, ലെറ്റ്സ് ഫോർഗിവ് ദം എന്നൊരു മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ വീഡിയോ ക്ലിപ്പ് അജിംസ് ഞാൻ രാജസ്ഥാനിലെ മനുഷ്യരുടെ ഫോണിൽ കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിലെ മനുഷ്യരുടെ ഫോണിലേക്ക് ആ വീഡിയോ വരുമ്പോൾ രാജസ്ഥാനിൽ കരൗലി എന്ന പ്രദേശത്ത് ഒരു തയ്യൽക്കാരൻ, ഒരു ഹൈന്ദവ സഹോദരനായ തയ്യൽക്കാരനെ 2 മുസ്ലിം ചെറുപ്പക്കാർ ചേർന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തൊരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും. ഈ ചെറുപ്പക്കാർക്ക്, ഈ മുസ്ലിം ചെറുപ്പക്കാർക്ക് മാപ്പ് കൊടുക്കണം എന്നതാ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറയുന്നു എന്ന മട്ടിൽ രണ്ടും വെട്ടിച്ചേർത്ത് അവിടെ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെതിരെ ഇവർ കേരളത്തിൽ പോയാൽ, ഇവർ ദക്ഷിണേന്ത്യയിൽ പോയാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സെക്യുലർ പാർട്ടികളെ മുഴുവൻ, കോൺഗ്രസ് മാത്രമൊന്നുമല്ല, സമാജ്വാദി ആ വിമർശനം നേരിടുന്നുണ്ട്, RJD ആ വിമർശനം നേരിടുന്നുണ്ട്. എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർക്കൊക്കെ നല്ല മികച്ച വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന മനുഷ്യനാണ്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയം പറഞ്ഞ് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന സൂചന അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഭിക്കുന്ന വോട്ടുകൾ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വിശ്വാസമുണ്ട് അജിംസ്. ആ വിശ്വാസത്തെ സംഘപരിവാർ ടൂളാക്കുന്നുവെങ്കിൽ അതിനെതിരായ പോരാട്ടം നമ്മൾ സൂക്ഷ്മതയോടെയും അവധാനത്തോടെയും ചെയ്യേണ്ടതാണ്. വിശ്വാസം സമം സംഘപരിവാർ എന്ന് കേരളത്തിൽ ഈ ശബരിമല കാലത്തൊക്കെ ഇടതുപക്ഷം എഴുതി വെക്കാൻ സാധിച്ച ആ സമവാക്യത്തിന്റെ ഒപ്പം നമ്മൾ നിന്നാൽ നമ്മുടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ആ വിശ്വാസികളെ കണക്കിലെടുക്കുന്ന, മതനിരപേക്ഷ നിലപാടുള്ളവരെ കണക്കിലെടുക്കുന്ന, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷകളെ സ്വാംശീകരിക്കുന്ന, ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് പങ്കുവച്ചതും. അപ്പോൾ അത്തരമൊരു കോൺഗ്രസിന്റെ ഒരു ധർമ്മസങ്കടം, അത് ധർമ്മസങ്കടം തന്നെയാണ്. കോൺഗ്രസിന് നമുക്ക് സമയം കൊടുക്കാം. കോൺഗ്രസ് മുസ്ലിം പ്രീണനമെന്ന ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ കോൺഗ്രസിന് ഒരു പ്രോ മുസ്ലിം പാർട്ടിയായി നിൽക്കേണ്ടി വരുന്നു. കേരളത്തിൽ വരുമ്പോൾ അവർ പ്രോ ഹിന്ദു പാർട്ടി ആവുന്നു. ഇതിൻ്റെ ഇടയിൽ കോൺഗ്രസിന്റെ ഒരു ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ശരിയിലേക്ക് കോൺഗ്രസ് ഈ വിഷയത്തിൽ എത്തുമെന്ന് തന്നെയാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. ശരി, പ്രകാശ് മാസ്റ്റർ, ഇത് വളരെ പ്രധാനമാണ്. ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, അതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. എങ്ങനെ കോൺഗ്രസിനെ കെണിയിൽപ്പെടുത്താമെന്ന് BJP ചിന്തിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള മറ്റൊരു കെണിയാണത്. മണിപ്പൂർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് 16,000 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിക്കാൻ പോവുകയാണ്. അതും ഒരു മറുപടിയല്ലേ ഇവരുടെ ഈ കെണിക്ക്? അല്ല, അവർ നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. ഇതിൽ ഞങ്ങൾക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് അത് പറഞ്ഞിട്ട് ആ കാര്യത്തിൽ വരാം. ഈ കണ്ണൂരിലെ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി നേതാവ് എന്നുള്ളതിലേക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു സ്ഥലങ്ങളിലും ശോഭായാത്ര ഞങ്ങൾ നടത്തിയിട്ടില്ല, നടത്തുകയില്ല. അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവണ്ട. പിന്നെ വ്യക്തി നിയമത്തിനകത്ത് എല്ലാ മതത്തിൻ്റെയും വ്യക്തി നിയമത്തിൽ ചില തെറ്റുകളുണ്ട്. ഞങ്ങൾ അതിലെല്ലാം വിമർശിക്കും. മുസ്ലിം വ്യക്തി നിയമത്തിലെ തെറ്റുണ്ട്, ക്രിസ്ത്യൻ വ്യക്തി നിയമത്തിൽ തെറ്റുണ്ട്, ഹിന്ദു വ്യക്തി നിയമത്തിൽ തെറ്റുണ്ട്. അതിലെ പോരായ്മകളെ വിമർശിക്കും ഞങ്ങൾ, തീർച്ചയായിട്ടും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ മുസ്ലിം പ്രീണനമാണ് 5ാമത്തെ മന്ത്രി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ പ്രീണനമാണ് എന്നാണ്, അല്ലാതെ മുസ്ലിം പ്രീണനമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ രാമക്ഷേത്രം ഒരു സെന്റിമെന്റൽ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് അത് സെന്റിമെന്റൽ ഇഷ്യൂ ആക്കിയത് കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണ്. BJPക്കാർ മാത്രം വിചാരിച്ചാൽ ആ സെന്റിമെന്റൽ ഇഷ്യൂ ആകുമായിരുന്നില്ല. പിന്നെ ക്ഷേത്രത്തിനെ നിങ്ങൾ സഹായിക്കുന്നു പറഞ്ഞല്ലോ, സഹായിക്കും. അത് കണിച്ചോളകര മാത്രമൊന്നുമല്ല, എല്ലാ ക്ഷേത്രത്തിനും സഹായിക്കും. എന്തുകൊണ്ട്? ഗവൺമെന്റ് വിശ്വാസികളുടെ കൂടിയാണ്. ആ വിശ്വാസികളെയും ക്ഷേത്രങ്ങളെയും സഹായിക്കുക ഗവൺമെന്റ് ചുമതലയാണ്. ആ ഗവൺമെന്റ് ചെയ്യും. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവിശ്വാസികൾ മാത്രമല്ലല്ലോ ഈ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്നത്, വിശ്വാസികൾ കൂടിയാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു അയോഗ്യതയായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല. എല്ലാ ക്ഷേത്രങ്ങളെയും പറ്റാവുന്നിടത്തോളം സഹായിക്കും ഗവൺമെന്റ്. അതിന് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് തെറ്റായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പിന്നെ ഇതിൽ കോൺഗ്രസിന്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ ദുരവസ്ഥ ഉണ്ടാക്കിയത്. കാരണം BJPയെ പോലെ തന്നെ സ്വാധീനമുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അവരുടെ പിന്നിൽ പറഞ്ഞ പോലെ 30-35-40% ആളുണ്ടല്ലോ. അവരെ BJPയുടെ ഈ കെണിയെ സംബന്ധിച്ച് പഠിപ്പിക്കാനും മതനിരപേക്ഷത എന്ന നെഹ്റുവും ഗാന്ധിയും മുന്നോട്ടേക്ക് വെച്ച ആശയത്തെ അതിനെ സ്നേഹിക്കാനും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ BJPക്ക് ഈ നിലയിലേക്ക് ഇന്ത്യ എത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ കാണിച്ച നിലപാടില്ലാത്ത നിലപാട് കൊണ്ടാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ
ആ നിലപാട് ഇപ്പോഴും തുടരുന്നു നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ വിമർശനം. ശരി അതൊരു ശരി. രക്ഷിക്കുന്ന നിങ്ങൾക്ക് വലിയ പങ്ക് ശരി വഹിക്കാനുണ്ട് എന്തായാലും കോൺഗ്രസിന്. ചരിത്രപരമായി അത് കോൺഗ്രസിനെ നിങ്ങൾ പറ്റിയുള്ള പിഴവുകൾ ആ പിഴവുകൾ തന്നെ നിർവഹിക്കുന്നില്ല വീണ്ടും എന്നാണ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇത്തരം വിമർശനങ്ങളെ പോസിറ്റീവ് സെൻസിൽ കോൺഗ്രസ് എടുക്കുമോ എന്ന ചോദ്യം കൂടി അത് അനൂപ് വിആർ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതും ഒരു നല്ല ആശയമാണ്. വളരെ നന്ദി ശ്രീ അനൂപ്. ഷിബു മീരാൻ, പ്രകാശ് മാസ്റ്റർ ഇത്രയും സംസാരിച്ചു.